നമസ്കാരം. ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പറന്നുയർന്ന വിമാനമാണ് ഇന്നലെ അത്യപൂർവമായ അപകടത്തിൽപ്പെട്ടത്. ഏതാണ്ട് 11 മണിക്കൂർ പറന്ന് ഇന്ത്യൻ ആകാശം പിന്നിട്ട് മ്യാൻമാറിൻ്റെ ആകാശത്തിലെത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി വിമാനം ആടി ഉലഞ്ഞത്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആ വിമാനം പൊടുന്നനെ 37,000 അടിയിൽ നിന്നും താഴേക്ക് പതിക്കുമ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ സിഗ്നൽ പോലും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും വിമാനം എയർ പോക്കറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കുലുക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് തൊട്ട് മുമ്പ് തന്നെ പൈലറ്റ് മുന്നറിയിപ്പ് നൽകും, സീറ്റ് ബെൽറ്റ് സന്ദേശം വരും, എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയും. മാത്രമല്ല, ഈ ആകാശഗർത്തം അല്പം കൂടുതലാണെങ്കിൽ അപ്പോൾ തന്നെ എയർ ഹോസ്റ്റസുമാരോട് സീറ്റ് ബെൽറ്റ് ഇട്ട് അവരുടെ സീറ്റിൽ പോയിരിക്കാൻ പറയും. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എയർ ഹോസ്റ്റസുമാർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടാവുന്നത്. 11 മണിക്കൂർ യാത്ര പിന്നിട്ട് യാത്ര ഏതാണ്ട് അവസാനിക്കുന്നതിന് മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് എയർ ഹോസ്റ്റസുമാർ അവരുടെ അവശേഷിക്കുന്ന ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ വിമാനം പൊടുന്നനെ നിലം പതിക്കാൻ തുടങ്ങിയത്. 37,000 അടി ഉയരത്തിലൂടെ പറക്കുമ്പോൾ പൊടുന്നനെ താഴേക്ക് വീണ വിമാനം ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ എങ്ങനെ താഴേക്ക് പോകുന്നുവോ അതുപോലെയാണ് 5 മിനിറ്റ് താഴേക്ക് പോയത്. വിമാനത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. വിമാനം ആടിയുലയുന്നു. വിളമ്പിക്കൊണ്ടിരുന്ന ഭക്ഷണം ആളുകളുടെ ദേഹത്തേക്കും വിമാനത്തിനകത്തുമെല്ലാം ചിതറിത്തെറിക്കുന്നു. എയർ ഹോസ്റ്റസുമാർ നിലത്ത് വീണ് ചോരയൊലിപ്പിക്കുന്നു. അവരുടെ ചോര യാത്രക്കാരുടെ മുഖത്തും തെറിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇടാതിരുന്ന യാത്രക്കാർ ഉയർന്നു പൊന്തി ക്യാബിനിലേക്ക് തലയിടിച്ച് പരിക്കേൽക്കുന്നു. 2 സീറ്റുകൾക്കിടയിലെ ക്യാബിന് മുകളിലുള്ള യാത്രക്കാർ നടക്കുന്ന അയലിന് മുകളിലുള്ള ഇന്റീരിയർ ഡിസൈൻ പൊട്ടിത്തകർന്നു വീഴുന്നു. ആളുകൾ നിലത്തേക്ക് വീഴുന്നു. ക്യാബിൻ ബാഗേജിലേക്ക് തല്ലി തല പൊട്ടുന്നു. അനേകം പേർ ഛർദ്ദിക്കുന്നു. ഏതാണ്ട് 5 മിനിറ്റോളമാണ് വിമാനം താഴേക്ക് വീണതെന്ന് ഓർക്കണം. 6,000 അടി ഉയരത്തിൽ വരുമ്പോഴാണ് വിമാനത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു കിട്ടുന്നത്. ഏതാണ്ട് 31,000 അടി താഴേക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ വിമാനം വീഴുകയായിരുന്നു. ആളുകൾ ഭയന്ന് നിലവിളിച്ചു. എന്ത് ചെയ്യണം എന്നാർക്കും അറിയില്ല. മരണം മുൻപിൽ കണ്ട നിമിഷങ്ങൾ. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നിലവിളിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാതെ മരണത്തിലേക്ക് പോവുകയാണല്ലോ എന്നോർത്ത് പലരും അലറി വിളിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗതികെട്ട നിമിഷങ്ങളായിരുന്നു അത്. പൊടുന്നനെ ദൈവാനുഗ്രഹത്താൽ പൈലറ്റിനെ വിമാനത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. വിമാനത്തിന് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു വിശദീകരണം സിംഗപ്പൂർ എയർലൈൻസ് നൽകിയിട്ടില്ല. അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. 211 യാത്രക്കാരും 18 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 70 പേർക്കാണ് പരിക്കേറ്റത്. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. മരണം സംഭവിച്ചത് അപകടത്തിൽ മുറിവേറ്റോ പരിക്കേറ്റോ അല്ല, നേരെ മറിച്ച് ഹൃദയാഘാതം മൂലമാണ്. ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്റർഷയറിലെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് കൊല്ലപ്പെട്ടത്. ജെഫ്രി കിച്ചൺ എന്നാണ് അയാളുടെ പേര്. 73കാരനായ ജെഫ്രി കിച്ചണും അയാളുടെ ഭാര്യയും കൂടി 6 ആഴ്ചത്തേക്ക് ഇന്തോനേഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ടൂറ് പോയതാണ്. ആ യാത്രയാണ് ജെഫ്രി കിച്ചൻ്റെ മരണത്തിന് കാരണമായത്. ഹൃദ്രോഗിയായ ജെഫ്രി വിമാനം ആടിയുലഞ്ഞുണ്ടായ സമ്മർദ്ദത്തിൽ ഹൃദയാഘാതം വന്ന് മരിക്കുകയായിരുന്നു. 6ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. വിമാനം അവിടെ നിന്ന് തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലേക്കാണ് പോയത്. അവിടെ ലാൻഡ് ചെയ്ത വിമാനത്തെ കാത്ത് അനേകം ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. പരിക്കേറ്റ എല്ലാ യാത്രക്കാരെയും ആംബുലൻസുകളിൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജീവിതം തിരിച്ചു കിട്ടിയതിൽ എല്ലാവരും ദൈവത്തിന് നന്ദി പറയുകയാണ്. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണത്. വാസ്തവത്തിൽ എല്ലാ വിമാനയാത്രക്കാരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ കൊച്ചിയിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കുള്ള വിമാനം 11 മണിക്കൂറുണ്ട്. അമേരിക്കയിലെ പല നഗരങ്ങളിലേക്കും ഇന്ത്യയിലെ പല നഗരങ്ങളിൽ നിന്നും നേരിട്ട് വിമാനമുണ്ട്. 18 മണിക്കൂറും 20 മണിക്കൂറും ഒക്കെയാണ് ഒറ്റയിരുപ്പിന് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇത്തരം വലിയ വിമാനയാത്രകളിൽ യാത്രക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ആശങ്കയാണ് വിമാനം ഇടയ്ക്ക് ഇത്തരം എയർ പോക്കറ്റുകളിൽ വീണു പോകുന്നത്. അങ്ങനെ എയർ പോക്കറ്റുകളിൽ വീണു പോകുമ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ടാവും.
എന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി നമ്മളിരിക്കും. എന്നാൽ അങ്ങനെയല്ല. ചില എയർ പോക്കറ്റുകൾ അപകടകാരികളാണ്. അത് മരണത്തിനും പരിക്കുകൾക്കും കാരണമാകും എന്നതിന് തെളിവായി മാറുന്നു സിംഗപ്പൂർ എയർലൈൻസിലെ ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. അനേകം ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, ചോരയൊലിപ്പിക്കുന്ന കണ്ണീർ കാഴ്ചകൾ പുറത്തു വന്നു. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരൊക്കെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നത് തന്നെയാണ് ഉചിതം എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. വിമാനം ടേക്ക് ഓഫിന് ശേഷം ആകാശത്തിലെത്തി സീറ്റ് ബെൽറ്റ് സൈൻ ഓഫാകുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഊരുന്നവരാണ്. അത്യാവശ്യമില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ വേണം വിമാനത്തിൽ ഇരിക്കാൻ എന്നത് ഇത് സന്ദേശമായി മാറുന്നു. വിമാനം എയർ പോക്കറ്റിൽ വീണ് ആടിയുലയുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്തവർക്കാണ് പരിക്കേൽക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കാൻ കഴിയും. വിമാനയാത്രക്കാർക്ക് കൗതുകത്തോടെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എയർ ടർബുലൻസ് എന്നാൽ എന്താണെന്ന്. ഇക്കഴിഞ്ഞ മെയ് മാസം അറിവ് തേടുന്ന പാവം പ്രവാസി എന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇതേക്കുറിച്ച് മനോഹരമായൊരു കുറിപ്പ് വന്നിരുന്നു. ആ കുറിപ്പ് വായിച്ചിരിക്കുന്നത് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഉചിതമായതുകൊണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ടർബുലൻസ് അഥവാ ആകാശച്ചുഴി? ഇത് എങ്ങനെ വിമാനത്തെ ബാധിക്കും? ഏവിയേഷൻ രംഗത്ത് സാധാരണമായി ഉപയോഗിക്കുന്ന പദമാണ് ടർബുലൻസ്. കാറ്റിൻ്റെ സമ്മർദ്ദത്തിനും ചലനവേഗത്തിനും പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വിമാനത്തെ തള്ളുകയും വലിക്കുകയും ചെയ്യും. ഇതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ടർബുലൻസ് അഥവാ ആകാശച്ചുഴി. ചെറിയ തോതിൽ വിമാനം കുലുങ്ങുന്നത് കൂടാതെ ശക്തമായ രീതിയിൽ എടുത്തിട്ടടിക്കുന്നത് പോലെയും അനുഭവപ്പെടാം. അന്തരീക്ഷവായുവിൻ്റെ പ്രവാഹത്തിലുണ്ടാകുന്ന ശക്തമായ വ്യതിയാനമാണ് ഇതിന് കാരണം. എയർ പോക്കറ്റ് അല്ലെങ്കിൽ എയർ ഗട്ടർ അഥവാ ക്ലിയർ എയർ ടർബുലൻസ് എന്നൊക്കെയും ഇതിനെ പറയും. വായുവിൻ്റെ സ്ഥിരതയനുസരിച്ച് ലൈറ്റ്, മോഡറേറ്റ്, സിവിയർ, എക്സ്ട്രീം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ടർബുലൻസിനെ പെടുത്താം. മോഡറേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ടർബുലൻസ് ആണെങ്കിൽ വിമാനത്തിന് നിയന്ത്രണം നഷ്ടമാകില്ല. സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്നേ ഉള്ളൂ. എന്നാൽ എക്സ്ട്രീം ടർബുലൻസ് ഇത്തരത്തിൽ വിമാനം ഉയരത്തിൽ നിന്ന് വലിച്ച് താഴോട്ടോ മുകളിലോട്ടോ ഇടുന്നത് പോലെയുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക. പൈലറ്റുമാർക്ക് വിമാനം നിയന്ത്രിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുമുണ്ടാകും. നേർരേഖയിൽ പോകേണ്ട കാറ്റിൻ്റെ ഗതി പെട്ടെന്ന് താഴേക്കാകുന്ന ഈ അവസ്ഥയിൽ വിമാനങ്ങളുടെ ഗതിയും നിയന്ത്രണവും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഭിന്ന സ്വഭാവത്തിലുള്ള വായുപിണ്ഡങ്ങൾ അന്യോന്യം കൂടിക്കലരുന്നതാണ് ഇത്തരം വിക്ഷോഭത്തിൻ്റെ കാരണം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ വിതാനങ്ങളിൽ വിക്ഷോഭം ഒരു സാധാരണ പ്രക്രിയയാണ്. ഭാരവും വേഗവും ഊഷ്മാവും കുറഞ്ഞ വായുപിണ്ഡങ്ങളും കൂടിച്ചേരുന്ന അന്തരീക്ഷ മേഖലകളിലാണ് ആകാശഗർത്തങ്ങൾ അഥവാ ആകാശച്ചുഴികൾ രൂപപ്പെടുന്നത്. സാധാരണയായി 20,000 മുതൽ 40,000 അടി ഉയരത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിത ടർബുലൻസിനെ പ്രതിരോധിക്കാൻ US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഇവയൊക്കെയാണ്: യാത്രക്കാർ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുക, പരിഭ്രാന്തരാകാതെ വിമാന ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക, ബാഗുകൾ പോലുള്ളവ സീറ്റിൻ്റെ അടിവശത്ത് വയ്ക്കുക, തലയ്ക്ക് മുകളിലുള്ള റാക്കിൽ നിന്ന് ലഗേജ് വീഴാൻ സാധ്യതയുള്ളതിനാൽ കുനിഞ്ഞിരുന്ന് തലയ്ക്ക് മുകളിൽ കൈവച്ച് തടസ്സം സൃഷ്ടിക്കുക, ഛർദ്ദിലുണ്ടാകാതിരിക്കാൻ ഇടയ്ക്കിടെ ദീർഘമായി ശ്വസിക്കുക. ആകാശച്ചുഴികൾ മിക്ക വിമാനയാത്രകളിലും ഉണ്ടാകാമെങ്കിലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചില സമയങ്ങളിൽ മിനുസമാർന്ന വായു പരുക്കനായി മാറുന്നു. തുടർന്ന് വിമാനം പറക്കുമ്പോൾ ഒരു കടലിലെ തിരമാലകളിൽ ആടിയുലയുന്ന പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് വിമാന ഡിസൈൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഏതൊരു വാണിജ്യ എയർലൈനും ഇത്തരത്തിലുള്ള ആകാശച്ചുഴികൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അഥവാ സാഹചര്യങ്ങൾ കൈവിട്ടു പോയാൽ പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് ഓപ്ഷനും ഉണ്ട്. പൈലറ്റുമാർ ആകാശച്ചുഴിയിലൂടെ പറക്കുമ്പോൾ അവർ എയർ ട്രാഫിക് കൺട്രോൾ ബോർഡിന് തൽക്ഷണം മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൺട്രോൾ യൂണിറ്റ് നൽകുകയും ചെയ്യുന്നു. സിംഗപ്പൂർ എയർലൈൻസ് ആകാശച്ചുഴിയിൽ വീണ് ആടിയുലഞ്ഞ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഏതാണ്ട് 70 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ കുറിപ്പ് വിമാനയാത്രക്കാരൊക്കെ കേട്ടിരിക്കുന്നത് ഉചിതമായതുകൊണ്ടാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്.